എൻ്റെ മറ്റൊരു അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ എന്താകും പറയുക? നിങ്ങൾക്ക് ആകാംക്ഷയില്ലേ? വീണ്ടും ഞാൻ സ്കൂളിലേക്ക്. ഇതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന എൻ്റെ അനുഭവം. അന്ന് എനിക്ക് അപകടം പറ്റി. ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു വന്ന് 20 വയസ്സാകുമ്പോഴേക്ക് കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ട കഥ മുമ്പൊരു വീഡിയോയിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. എനിക്ക് 12 വയസ്സ്, ജൂൺ മാസം 5. അന്ന് എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടാക്കിയ ഒരു സംഭവം നടക്കുകയുണ്ടായി. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മൂസക്കുട്ടി മാഷ് ഉമ്മയോട് പറഞ്ഞിരുന്നു, ഇവനെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ സ്കൂളിൽ ചേർക്കണം, പഠിപ്പിക്കണം. പിന്നീട് പലതവണ മൂസക്കുട്ടി മാഷ് ഉമ്മയെ കാണുകയുണ്ടായി. ഒരു തവണ കണ്ടപ്പോൾ മൂസക്കുട്ടി മാഷ് ഉമ്മയുടെ കയ്യിൽ ഒരു ലെറ്റർ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതിൽ ആ സ്കൂളിൻ്റെ അഡ്രസ്സ് ഉണ്ട്, നിങ്ങൾ അവിടെ പോകണം, അവിടെ ഇവനെ ചേർക്കണം. അങ്ങനെ 4ാം ക്ലാസ് കഴിഞ്ഞു. 2 വർഷം ഞാൻ സ്കൂളിൽ പോവാതെ നടന്ന കാര്യമൊക്കെ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. 12ാമത്തെ വയസ്സ്, അന്നൊരു ജൂൺ 5, ഉമ്മ ഒരു തീരുമാനമെടുത്തു. നമുക്ക് ഏതായാലും മൂസക്കുട്ടി മാഷ് പറഞ്ഞ സ്കൂളിൽ പോയി ചേരാം. കാരണം നീ ഇങ്ങനെ കളിച്ച് നടന്നിട്ട് കാര്യമില്ലല്ലോ, നിനക്ക് പഠിക്കണ്ടേ. അങ്ങനെ ഉമ്മ എന്നെ വീണ്ടും സ്കൂളിൽ ചേർത്താൻ തീരുമാനിച്ചു. ജൂൺ 5-ാം തീയതി രാവിലെ ഞാനും ഉമ്മയും ജ്യേഷ്ഠനും വള്ളിക്കാപ്പറ്റയുള്ള സ്കൂളിലേക്ക് പോവുകയാണ്. സ്കൂളിലേക്ക് പോകുന്ന തലേന്ന് രാത്രി എനിക്ക് എന്തെന്നില്ലാത്തൊരു വിഷമുണ്ടായിരുന്നു. അന്ന് രാത്രി ഞാൻ കിടക്കുമ്പോൾ മുഖം പൊത്തി പൊട്ടി കരയുന്നുണ്ടായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ഞാൻ വീട്ടിൽ നിന്നും മാറി നിൽക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ഉമ്മയെ വിട്ടു നിൽക്കുന്നത്. ആദ്യമായിട്ടാണ് എൻ്റെ സഹോദരിമാരെയും സഹോദരനൊക്കെ വിട്ടു നിൽക്കുന്നത്. അതിങ്ങനെ ഓർക്കുമ്പം എനിക്കിങ്ങനെ എന്തെന്നില്ലാത്തൊരു സങ്കടം. തലേന്ന് രാത്രി എനിക്ക് ഉറക്കം വന്നില്ല. പിറ്റേന്ന് രാവിലെ ജൂൺ 5 ഉമ്മയും ഞാനും ജ്യേഷ്ഠനും ചെമ്മാട് നിന്നും മഞ്ചേരിയിലേക്കുള്ള ബസ് കയറി. ആനക്കയത്ത് ബസ് ഇറങ്ങി. ആനക്കയത്ത് നിന്നും പെരിന്തൽമണ്ണയിലേക്കുള്ള ബസ് കയറി. വള്ളിക്കാപ്പറ്റ ബസ് ഇറങ്ങി. ഈ സ്കൂൾ നിൽക്കുന്നത് വലിയൊരു കുന്നിൻ്റെ മുകളിലാണ്. സ്കൂൾ പടിക്കൽ ബസ് ഇറങ്ങിയിട്ട് ഒരു കുന്നിൻ്റെ മുകളിലേക്ക് നടന്നു പോകണം. ഒരുപാട് നടന്നാൽ വലിയൊരു കുന്നിൻ്റെ മുകളിലാണ് ഈ സ്കൂളുള്ളത്. ഉമ്മയും ഞാനും ജ്യേഷ്ഠനും നടന്ന് ഈ സ്കൂളിലെത്തിയപ്പോൾ ഉമ്മാക്ക് എന്തെന്നില്ലാത്തൊരു വല്ലായ്മ. അന്ന് ആ സ്കൂളിൻ്റെ പ്രത്യേകത, സ്കൂളിൻ്റെ ചുറ്റുഭാഗം വലിയ കാടുകളാണ്. അങ്ങനെ ഞങ്ങൾ ഓഫീസിൽ പോയി അഡ്മിഷൻ എടുത്തു. അഡ്മിഷൻ എടുത്തതിന് ശേഷം ഉമ്മ ആ സ്കൂളിൻ്റെ പരിസരമാകൊന്ന് നടന്നു കണ്ടു. അടുക്കള ഭാഗം, ഭക്ഷണം കഴിക്കുന്ന ഭാഗം, ബാത്റൂമിൻ്റെ ഭാഗം, എല്ലാ ഭാഗവും ഉമ്മ നടന്ന് കണ്ടിട്ട് ഉമ്മ എന്നെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. മറ്റൊന്നുമല്ല, ആ സ്കൂളിൻ്റെ പല ഭാഗത്തും വലിയ വലിയ കാടുകളാണ്. എങ്ങനെയാണ് നീ ഇവിടെ ജീവിക്കുക? ഈ ചുറ്റുഭാഗം കാടുകളാണ്, പാമ്പുണ്ടാവില്ലേ, പട്ടികളുണ്ടാവില്ലേ, ഇങ്ങനെ പലതും ഉമ്മ പറഞ്ഞ് സങ്കടപ്പെടാൻ തുടങ്ങി. ഞാൻ ഉമ്മയോട് പറഞ്ഞു, സാരില്ലമ്മ, ഞാൻ ഇവിടെ നിന്ന് പഠിക്കും, ഒരു കുഴപ്പം എനിക്കുണ്ടാവില്ല. ഉമ്മ അന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഉമ്മ എനിക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിത്തന്ന് ഉമ്മയും ജ്യേഷ്ഠനും വീട്ടിലേക്ക് മടങ്ങി. 4ാം ക്ലാസ് വരെ ഞാൻ എൻ്റെ നാട്ടിൽ പഠിച്ചു. 5ാം ക്ലാസ്സിലേക്കാണ് ഞാൻ ഈ സ്കൂളിൽ ചേരുന്നത്. ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ച സ്കൂൾ പോലെയല്ല ആ സ്കൂൾ. ആ സ്കൂളിന് ചില പ്രത്യേകതകളുണ്ട്. ഒരു റൂമിൽ 2 ക്ലാസ്, 4ാം ക്ലാസ്സും 5ാം ക്ലാസ്സും ഒരു റൂമിൽ. ഈ സ്പെഷ്യൽ സ്കൂളുകൾക്കുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു ക്ലാസ്സിൽ 4-5 കുട്ടികളെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ക്ലാസ് റൂമിൽ 2 ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യും. എക്സാം 5ാം ക്ലാസ്സിൽ ഒരു മേശയിടും. ആ മേശൻ്റെ അപ്പുറം ഇപ്പുറം 2 ബെഞ്ചിടും. ഇപ്പുറത്തെ ബെഞ്ചിൽ ബോയ്സ്, അപ്പുറത്തെ ബെഞ്ചിൽ ഗേൾസ്. മാത്രമല്ല, ടേബിളിൻ്റെ മുകളിൽ വലിയ വലിയ പുസ്തകങ്ങൾ. ആ പുസ്തകങ്ങളിൽ എഴുത്തില്ല, ഡോട്ട്സുകൾ മാത്രം. ഒരുപാട് ഡോട്ട്സുകളുള്ള പുസ്തകങ്ങൾ. ഞാൻ 4ാം ക്ലാസ് വരെ പേനയും നോട്ട്ബുക്കാണ് ഉപയോഗിച്ചത്. ഈ സ്കൂളിൽ വന്നു നോക്കുമ്പോൾ ആരുടെ കയ്യിലും പേനയില്ല, നോട്ട്ബുക്കില്ല. അതിന് പകരം ബ്രെയിൽ ലിപിയാണ്, ബ്രെയിൽ പുസ്തകങ്ങളാണ്. ഞാനിത് കണ്ടിങ്ങനെ അമ്പരം നിന്നുപോയി. ഞാൻ എന്ത് ചെയ്യും? എനിക്കിതൊന്നും അറിഞ്ഞുകൂടല്ലോ, ഇതൊക്കെ ഞാൻ എങ്ങനെ പഠിച്ചെടുക്കും? ഞാൻ നോക്കുമ്പോൾ ക്ലാസ്സിലെ കുട്ടികൾ ഇങ്ങനെ ബ്രെയിൽ ബുക്ക് തൊട്ട് സ്പീഡിൽ വായിക്കുന്നു, ബ്രെയിലിൽ സ്പീഡിൽ എഴുതുന്നു, എല്ലാം ചെയ്യുന്നു. എനിക്ക് ഭയങ്കര പേടിയുണ്ട്. ഞാനിതൊക്കെ എങ്ങനെ പഠിച്ചെടുക്കും? ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു പോയി, വീട്ടിലേക്ക് തന്നെ പോയാലോ? എങ്ങനെ ഇവരെ കൂട്ടത്തിൽ ഞാൻ ജീവിക്കും? അപ്പോൾ ഒരു അധ്യാപകൻ അവിടുന്ന് പറഞ്ഞു, നീ വിഷമിക്കണ്ട, ഇതെല്ലാം നിനക്ക് ഒരാഴ്ച കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടാകും, നീ ധൈര്യമായിട്ടിരിക്കും. അങ്ങനെ ഞാൻ 5ാം ക്ലാസ്സിൽ പോയിരുന്നു. ഏകദേശം ഞങ്ങൾ സ്കൂളിൽ എത്തുമ്പോഴേക്ക് 12 മണി ആയിട്ടുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിഞ്ഞു. ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ ക്ലാസ്സിൽ പോയിരിക്കുന്നത്. വൈകുന്നേരമായപ്പോൾ ഞാൻ മറ്റ് ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ പരിചയപ്പെട്ടു തുടങ്ങി. വീണ്ടും ഞാൻ ഹോസ്റ്റലിലേക്ക് പോയി. അപ്പോഴേക്ക് എൻ്റെ മനസ്സ് എൻ്റെ വഞ്ചാലിപ്പാടം, എൻ്റെ നാട്, എൻ്റെ വീട്, അവിടുന്ന് പൂർണ്ണമായിട്ടും വിട്ടുപോരാൻ എനിക്ക് മനസ്സ് തോന്നിയില്ല. ഞാനിങ്ങനെ
ഹോസ്റ്റലിൽ ഇരുന്നിങ്ങനെ ആലോചിച്ച് എങ്ങനെ ഞാനിവിടെ നിൽക്കും, വീട്ടിലേക്ക് പോയാലോ. പക്ഷേ അന്ന് ആ സ്കൂളിൽ ഉണ്ടായിരുന്ന പൂർണ്ണമായും കാഴ്ചയില്ലാത്ത കുറേ കുട്ടികളുണ്ടായി. ഭാഗികമായി കാഴ്ചയുള്ള കുട്ടികളുണ്ടായിരുന്നു. അതായത് കുറച്ച് കാണുന്ന കുട്ടികളുണ്ട്, ഒട്ടും കാണാത്ത കുട്ടികളും ഉണ്ടായിരുന്നു. ഞാൻ അവരുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഈ സ്കൂള് ഞാൻ പെട്ടെന്ന് ഇഴകിച്ചേർന്നു. പിന്നീട് വലിയ മാറ്റമാണ് ആ സ്കൂളിൽ നിന്ന് എനിക്കുണ്ടായത്. പറഞ്ഞതുപോലെ തന്നെ 15 ദിവസം കൊണ്ട് ഞാൻ ബ്രെയിൽ ലിപി പഠിച്ചെടുത്തു. കാരണം ബ്രെയിൽ ലിപി പഠിക്കുക എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ആ സ്കൂളിൽ എത്തിയ സമയത്തും ഞാൻ പേനയും നോട്ട്ബുക്കൊക്കെയാണ് ഉപയോഗിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അപ്പോൾ എന്നോട് അധ്യാപകൻ പറഞ്ഞു, ഇവിടെ നീ നോട്ട്ബുക്കും പേനയൊന്നും എടുക്കണ്ട, നീ ബ്രെയിൽ ലിപി പഠിക്കണം. അങ്ങനെ ഞാൻ അവിടുന്ന് 15 ദിവസം കൊണ്ട് ബ്രെയിൽ ലിപി പഠിച്ചു. ഞാൻ 5ാം ക്ലാസ്സിലാകുമ്പോൾ 4ാം ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു രാജഗോപാൽ ഉണ്ടായിരുന്നു. ഇവൻ്റെ അടുക്കൽ ഞാൻ എപ്പോഴും പോകും. ഉറക്കമൊഴിച്ചുകൊണ്ട് ഇവൻ്റെ അടുത്തിരുന്ന് ഞാൻ ബ്രെയിൽ ലിപി പഠിച്ചു. അങ്ങനെയാണ് 15 ദിവസം കൊണ്ട് ഞാൻ ബ്രെയിൽ ലിപി എഴുതാനും വായിക്കാനും പഠിച്ചത്. വളരെ വ്യത്യസ്തമായ രസകരമായ അനുഭവമാണ് ആ സ്കൂൾ എനിക്ക് തന്നത്. ക്ലാസ് കഴിഞ്ഞാൽ വൈകുന്നേരമായാൽ അവിടെ പത്രവായനയുണ്ട്. 4 മണിക്ക് സ്കൂൾ വിടും. സ്കൂൾ വിട്ടാൽ എല്ലാവരും ക്യാൻറ്റീനിലേക്ക് പോകും, ചായ കുടിക്കും. ഈ 5ാം ക്ലാസ്സുള്ള റൂമിലാണ് പത്രവായന. 4:30 മണിയാകുമ്പോഴേക്ക് എല്ലാവരും തിരിച്ച് ഈ ക്ലാസ്സിലെത്തും. അവിടെ എല്ലാ കുട്ടികളും ഒരുമിച്ചിരിക്കും. വാർഡൻ പത്രം വായിച്ചു തരും. ബാക്കിയുള്ള എല്ലാ കുട്ടികളും ഈ പത്രവായന കേട്ടിരിക്കും. ഏകദേശം ഒരു 40 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പത്രവായന കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ പൂർണ്ണമായും ഫ്രീ ആണ്. 6 മണിക്ക് വീണ്ടും ഒരു പ്രയർ. ആ പ്രയറിന് വേണ്ടി കുട്ടികൾ വരാന്തയിൽ ഒരേ വരയ്ക്ക് ഇങ്ങനെ നിൽക്കും. ഇതെല്ലാം എനിക്ക് പുതിയ അനുഭവങ്ങളായിരുന്നു. ഒരു ദിവസം എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു സംഭവം നടക്കുകയുണ്ടായി. ആ സംഭവം എന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ്.